ലോജിസ്റ്റിക് സീക്രട്സിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആൻഡ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, എല്ലാ ഇൻ്റർവ്യൂവിലും ചോദിക്കുന്ന ഒരു ചോദ്യം. സത്യം പറഞ്ഞാൽ ഞാൻ ഈ കേരളത്തിലുള്ള ആയിരക്കണക്കിന് ലോജിസ്റ്റിക്സ് പഠിച്ചു കഴിഞ്ഞ സ്റ്റുഡൻസിനോടും ചോദിച്ച ഒരു ചോദ്യം, വാട്ട് ഈസ് സപ്ലൈ ചെയിൻ? അവരാകെ മറുപടി പറയുന്നത് ഒറ്റ വാക്കാണ്, ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ പ്രൊക്യൂർമെൻറ്റ്. ഈ ഉത്തരമല്ലാതെ അവർക്ക് പറയാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇത് ആക്ച്വലി ഞാൻ പറഞ്ഞാൽ ഇതൊരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. സോ ഹൗ ഡു യു റെസ്പോൺസ് ടു ദിസ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സപ്ലൈ ചെയിൻ? അതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കേട്ടോളൂ. സപ്ലൈ ചെയിൻ ഈസ് എ ഹ്യൂജ് നെറ്റ്വർക്ക് ഓർ ഇൻ്ററാക്ഷൻ ഓർ കമ്മ്യൂണിക്കേഷൻ with many people, many organizations, many international countries to deliver a product to a customer upon his demand. Very simple, അല്ലേ? അത്രേ ഉള്ളൂ. എന്താണ്? കസ്റ്റമർ ആവശ്യപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ആ കസ്റ്റമർക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഒരുപാട് ജനങ്ങളും ഒരുപാട് ഓർഗനൈസേഷൻസും ഒരുപാട് ഇൻ്റർനാഷണൽ കൺട്രീസും കൂടി ചേർന്ന് നടത്തുന്ന ഒരു നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഇൻറ്ററാക്ഷൻ, അതാണ് സപ്ലൈ ചെയിൻ. നിങ്ങളൊരു ഇൻ്റർവ്യൂവിൽ ചോദിക്കുമ്പോൾ ഈ ഉത്തരം നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ആളപ്പം തന്നെ ഒരു 50% മാർക്ക് ഇടും. പക്ഷേ ചില എക്സ്പീരിയൻസ് ഉള്ള ചില ഇൻ്റർവ്യൂവേഴ്സ്, ഒരു വർക്ക് എക്സ്പീരിയൻസ് ഉള്ള അവർ ഒരു ചോദ്യം കൂടി വേണമെങ്കിൽ അതിൻ്റെ കൂടെ ആഡ് ചെയ്യും, വാട്ട് യു മീൻ ബൈ ദാറ്റ്? സോ വാട്ട് ആർ ദ ആക്ഷൻസ് ബിഹൈൻഡ്? ഈ ചോദ്യങ്ങൾ ഏത് രീതിയിൽ വേണമെങ്കിലും ആൾ ചോദിക്കാം. അല്ലെങ്കിൽ വാട്ട് ഇറ്റ് കൺസിസ്റ്റ് എന്ന് ചോദിക്കാം. അപ്പം നിങ്ങൾ അതിന് മറുപടി പറയേണ്ടത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സെവറൽ ആക്ഷൻസ് ഫ്രം പ്രൊക്യൂർമെൻറ്റ്, വെയർഹൗസിംഗ്, പ്രൊഡക്ഷൻ, അഗെയിൻ വെയർഹൗസിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടിൽ ദ പ്രൊഡക്റ്റ് റീച്ചസ് അറ്റ് കസ്റ്റമർ. മനസ്സിലായില്ലേ? അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥമാക്കുന്നത്? അതായത് ഇതിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് പ്രൊക്യൂർമെൻറ്റിലൂടെ സ്റ്റാർട്ട് ചെയ്ത് അത് ഇമ്പോർട്ടിലേക്ക് പോയി, ഇമ്പോർട്ടിൽ നിന്നും റോ മെറ്റീരിയൽ വെയർഹൗസിലേക്ക് വന്നു, അതല്ലെങ്കിൽ ഫിനിഷ് ഗുഡ്സ് വെയർഹൗസിലേക്ക് വന്നു. ഇനി റോ മെറ്റീരിയൽ വെയർഹൗസിൽ വന്നാൽ അവിടെ നിന്ന് പ്രൊഡക്ഷനിലോട്ട് പോയി, പ്രൊഡക്ഷനിൽ നിന്ന് വെയർഹൗസിലേക്ക് വന്നു, അവിടെ നിന്ന് ഡിസ്ട്രിബ്യൂഷനിലേക്ക് പോയി, ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് കസ്റ്റമർക്ക് എത്തിച്ചു കൊടുക്കുന്നത് വരെയുള്ള പ്രവർത്തനം.